ഹേ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്നലെ കോപ്പി ഇരുന്നിട്ട് ഒരു 1.5 ഉറക്കിറങ്ങി. സംഭവം ഞാൻ ഈ കട്ടുമ്മ കിടന്നിട്ട് ലാപ്ടോപ്പും വെച്ച് കോപ്പി 53 മിനിറ്റ് എടുത്തു. ഞാനതിങ്ങനെ നോക്കി എടുത്തിട്ട് ഇവിടെ പൊട്ട കിടന്നുറങ്ങിപ്പോയി. ഈ വേട്ടവളയന്മാര് എടുത്തിട്ട് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിട്ട് ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടേക്കും. വേട്ടവളയന്മാർ ഞാനാണെങ്കിൽ അത് ഇവിടെ വെക്കാതെ സ്ഥലമില്ല, പ്ലഗിന് കുറവുള്ളതുകൊണ്ട് എൻ്റെ തലയ്ക്കുമ്പോൾ പ്ലഗ് ഉണ്ട്, അവിടെ കുത്തിട്ടത് ഇവിടെ കോപ്പി ആവണത് നോക്കിയിരുന്നു. ഞാനും പ്രതീക്ഷിച്ചില്ല, ഞാൻ പെട്ടെന്ന് ഉറങ്ങുന്നു. ഞാൻ നോക്കിയപ്പോൾ ശുഭരാത്രി ഒരു ഗ്രൂപ്പിലിട്ടേക്കുന്നു. എന്നിട്ട് ഇനി കോപ്പി കഴിഞ്ഞ് കണ്ടപ്പോൾ വേഗം എടുത്ത് വെച്ച് പിന്നെ വേഗം കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇനി സമയം 7 മണി കഴിഞ്ഞു. നമുക്ക് 8 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം, അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇന്നത്തെ പണി IV അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതിന് മുന്നേ കോലം ശരിയാക്കട്ടെ, ഡ്രസ്സ് മാറട്ടെ. സൗണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇന്നും ആർട്ട് ആക്ടിവിറ്റീസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഉണ്ട്. അപ്പം ഇനി ഞാൻ പോയിട്ട് ഈ കുപ്പായി ഒന്ന് മാറിയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഇൻട്രോ എന്ന് പറയാനൊന്നുമില്ല, നമ്മൾ ഇൻട്രോ എടുക്കാറില്ലല്ലോ. ഓക്കെ, ഞാൻ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയാം. ഓക്കെ, ഡ്രസ്സ് മാറിയിട്ട് ഇതാണ് എൻ്റെ ഡ്രസ്സ്. സമയം 8 മണി. നമുക്ക് ചെക്കൗട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇനി ഈ സാധനങ്ങൾ എടുത്തിട്ട് നേരെ ബസ്സിലേക്ക് കൊണ്ടുപോയിക്കണം. ഓക്കെ, ബസ്സിനെ കൊണ്ടുവച്ചിട്ട് വരാം. നീ എവിടെ വന്ന മരഭൂതമേ? അതെ, ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ബസ്സിനോണ്ട് വെക്കട്ടെ. ഓക്കെ, ബസ്സിൽ കൊണ്ട് വെച്ചിട്ട് വരാം. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്യാൻ വന്നേക്കുന്നത്. നമ്മുടെ പ്ലാനിലുള്ളതാണ് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട്. IV എന്നാണുള്ള ഒരു പേര്. അപ്പോൾ അതിനൊരു ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഇൻഡസ്ട്രി കയറാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇൻഡസ്ട്രി, ഫുഡ് ഫാക്ടറി ആണ് വന്നേക്കുന്നത്. നമ്മൾ കയറിയിട്ട് നമ്മൾ ഫുഡ് ഫാക്ടറി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട്, വല്ലാണ്ട് ടൈം എടുക്കില്ല, ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ബേലൂർക്ക് പോകും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയും കൂടി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻഡസ്ട്രിയാണ് ചിക്കമംഗളൂരത്തെ ലാസ്റ്റ് സ്റ്റോപ്പ്. ഇത് കഴിഞ്ഞ് ചിക്കമംഗളൂർ കഴിഞ്ഞു, നമ്മൾ ഇന്ന് ഈ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ പെർമിഷൻ ഇത്തിരി ഡിലേ വരുന്നുണ്ട്, അതാണ് ഇത്ര നേരം എടുക്കാൻ. നമ്മളിപ്പോൾ നിലവിൽ ഫുഡ് ഫാക്ടറിയുടെ അകത്താണ്. ഇതിനുള്ളിൽ ഒരു കേജ് പോലെ ഗൈസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ടാണ് നിൽക്കണ്ടായിരുന്നത്. ആളതിൻ്റെ അപ്പുറത്തുനിന്ന് മൈക്കിൽ എന്താണ് സംഭവം, ഓരോ മെഷീൻ എന്തിൻ്റെ ആണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. വിസിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് അവരോട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഇറങ്ങാം. അതോടുകൂടി ചിക്കമംഗളൂർ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും. നല്ല ആംബിയൻസ് ആട്ടോ അവരുടെ, നല്ല ആംബിയൻസ് ആണ് ഇവിടെ വരുന്നത്. ഇത് ഒരു കഫയ്ക്കുള്ള ആംബിയൻസ് ആണ് കാണുന്നത്. അത് മേടിക്കാനായിട്ടുള്ള തിരക്കാണ് അവിടെ. പിന്നെ അവരുടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അവരുടെ മിക്ക പ്രൊഡക്ട്സ്. ബ്രാഹ്മിൻസ് ഞാൻ പറയും, ബ്രാഹ്മിൻസ് അതുപോലൊക്കെ ഇവർക്കുള്ളതാണ്. ഇത് നമ്മുടെ കേരളത്തിലധികം കിട്ടാത്തതുകൊണ്ട് ഇത് മദ്രാസ് കേരളത്തിലുള്ള ചിപ്സ് അങ്ങനത്തെ ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇവരുടെ ഓരോ സാധനങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഞങ്ങളുടെ സ്ഥലത്തേക്ക് ഇറങ്ങാൻ ഇതിൻ്റെ അവിടെ പുറത്ത് അവർക്കൊരു ഷോപ്പുണ്ട്. അതിൽ പോയിട്ട് എന്തെങ്കിലും മേടിക്കാണ്ടോ നോക്കാം. ഇതാണ് ഷോപ്പ്. ബനാന ചിപ്സ് 65 രൂപ. നമ്മുടെ ആകെ 100 ടോക്കൺ ഉണ്ട്. ടോക്കൺ ഇത് ഞാനെതിരിട്ടാണ്. ഓക്കെ, എനിക്കിന്ന് എന്താ ജാക്ക് പോട്ടാന്ന് തോന്നുന്നു. പറയാൻ കാരണം ഞാൻ ഈ കാണുന്ന ഓറഞ്ച് കളർ എമൗണ്ടോ അത് മിക്സർ പോലത്തെ തന്നെ, ഈ വെറൈറ്റി മിക്സറാണ്. അതിന് 110 രൂപ. ഞാൻ ആളോട് ചോദിച്ചു ഡിസ്കൗണ്ട് ഉണ്ടോ, 10 രൂപ. ആൾ പറഞ്ഞു കുഴപ്പമില്ല, ഡിസ്കൗണ്ട് തരാം. അപ്പോൾ 100 രൂപ. ഓക്കെ, അപ്പോൾ ടോക്കൺ കൊടുത്തു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പോകാൻ പറ്റുക പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് തേങ്ങാന്ന് വിചാരിച്ചു. ആൾ വേറെ ഒരു ചെറിയ എയർ നിറച്ചിട്ടുള്ള ചിപ്സ്, ആകെ വിരലുണ്ടാവുന്ന ചിപ്സും ബാക്കി എയറും, ലേസിനേക്കാളും കഷ്ടമായിട്ടുള്ള എയറും, അതും ഫ്രീ തന്നു, ടിക്കറ്റും ഫ്രീ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ടേസ്റ്റി ഫുഡ്സ് എന്നാണ് കണ്ടത് ഇതിൻ്റെ പേര്. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാറ്. ഓക്കെ, ഇപ്പം ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലെത്തിയിട്ട് വരാം. നമ്മുടെ വണ്ടിക്ക് എസ്കോർട്ടായിട്ട് കുറേ കർണാടക മിനിസ്റ്റേഴ്സ് പോകുന്നുണ്ട് വിത്ത് പോലീസ്. ലോഡ് വണ്ടി, ഒരു 8-9 വണ്ടിയായി.
നമ്മളിപ്പോൾ നമ്മുടെ പാക്കേജിലൊരു വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ സെക്ഷനിലേക്ക് വന്നേക്കാണ്. ബേലൂർക്ക് പോണ വഴി വാട്ടർ ആക്ടിവിറ്റീസിൽ കയറിക്കാണ് പോവുക. സോ നമ്മളിപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത് വാട്ടർ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലത്താണ്. ഞാൻ ആ സ്ഥലം കാണിച്ചത്. നമുക്ക് റാഫ്റ്റിങ്, ബനാന റൈഡ്, പിന്നെ കയാക്കിംഗ് ആണുള്ളത്. ഇവിടെ കുറേ പേര് ഓൾറെഡി അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുട്ടേജ് കാണിച്ചു തരാം. എന്താണ് സ്ഥലം. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിലാണ് ഇത് എൻട്രി പോയിന്റ്. ഇവിടെ നിന്നാണ് നമുക്ക് ഉള്ളത് വരുന്നത്. നമ്മുടെ ട്രിപ്പിൻ്റെ ഗൈഡ് അന്വേഷിക്കാൻ പോയിക്കാണ് നോക്കിയിട്ട് വരണേ ഉള്ളൂ. ഇതാണ് സ്ഥലം. ഞാൻ വെള്ളത്തേക്ക് ഇറങ്ങാനായിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നനഞ്ഞ് പിണ്ടായിരുന്നു അല്ലേ? എന്താവും നമ്മളതാ റാഫ്റ്റിങ്ങിൽ കയറി. അങ്ങനെ റാഫ്റ്റിംഗ് കഴിഞ്ഞു. ഇനി അടുത്ത് കയാക്കിംഗ് ആണ്. ഇതിലാണ് നമ്മൾ കയറാൻ പോണത്. ഗിംബൽ സെൻറ്ററിൽ വയ്ക്കാൻ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് തുഴയുന്നത് ഒരു നല്ല രസമായിട്ടൊരു ക്ലിപ്പ് പറ്റി. അതാണ് ഞങ്ങൾ നേരത്തെ കണ്ടത്. ഇനിയപ്പോഴത്തെ നമ്മൾ കയറാൻ പോകുന്നത് കയാക്കിംഗ് ആണ്. അത് 2 ഉണ്ട് 3 ഉണ്ട്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇവിടുത്തെ അവൈലബിലിറ്റി നോക്കിയിട്ടാണ് കയറുന്നത്. അർച്ചന രാമ 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 തുഴഞ്ഞ പൊക്കോ ഗൈസ്. അങ്ങനെ നമ്മൾ റാഫ്റ്റിംഗ് അല്ലേ, കയാക്കിംഗ്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഡേ ഒരു ഹായ് പറഞ്ഞോ. എന്തായി പേടിച്ചിട്ടായി. പോവാ. ഓ തിത്താരോ തിത്തേ തിത്തേ തകത്തേ ഇതോ തിത്താരോ തിത്തി. ഞങ്ങൾ അങ്ങോട്ട് വരണേ. ഓക്കെ, ബ്രേക്ക് ഇട്. കോർണർ പറഞ്ഞു. ബൈ. നമ്മളെങ്ങോട്ടാ പോകുന്നേ? അയ്യോ അങ്ങാടിക്ക്. ഹായ് ഗയ്സ്, നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഞങ്ങളുടെ കയാക്കിംഗ് ആണ്. ദിസ് ഈസ് ആരിഫ്, ദിസ് ഈസ് ഡോളസ്, കൃഷ്ണ, ആൻഡ് ദിസ് ഈസ് അരോമൽ ആൻഡ് അനശ്വരനാരായണൻ, ആൻഡ് ഞാൻ സ്വന്തസ്റ്റിനിയാണ്. ബൈ ഗയ്സ്. നമ്മൾ അങ്ങനെ റൗണ്ട് പൂർത്തിയായിരിക്കുന്നു. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. ആദ്യം ലെഫ്റ്റ്. ഹെലികോപ്റ്റർ. ഗയ്സ്, നമ്മൾ തിരിച്ചു പോവാണ്. പോലെ ജെറ്റ് സ്കീ 600 കൊടുത്താലേ, അത് എക്സ്ട്രാ ആണ്. 600 കൊടുത്താലേ കിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ തിരിച്ചു പോവാണ് സുഹൃത്തുക്കളെ. നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. ദിസ് ഈസ് ദ ലാസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. അത് വേറെ കാര്യം. ഇത് നമ്മൾ നേരെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോവുക. ഇതിൽ നിന്ന് ഇറങ്ങുക. അടുത്ത് ബനാന റൈഡാണ്. അത് ഇച്ചിരി സീനാ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇതാണ് ബനാന റൈഡ്. എന്താണ് പറയാനുള്ളത്? ഇപ്പോഴേ വീഴല. ഇവിടെ ഇത് മാത്രമല്ല, ജെറ്റ് സ്കീ ഉണ്ട്. പക്ഷേ ജെറ്റ് സ്കീക്ക് കയറണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു 600 കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുത്ത റൈഡ് പോവാണേ. എന്തുട്ടാ അച്ചാറുണ്ടല്ലോ. എത്തിയിട്ടുണ്ട്. നമ്മൾ അധികം നേരം ഇവിടെ വെക്കില്ല. ഇതാണ് സ്ഥലം ഗൈസ്. ഞാനിപ്പോൾ അമ്പലത്തിനുള്ളിലാണുള്ളത്. ചെറിയൊരു ഗോപ്രോൻ്റെ ചാർജിൽ ട്രെയിൻ ആയിപ്പോയി. അപ്പോൾ ഇപ്പോൾ ഫോണിലാണ് നടക്കുന്നത്. സ്റ്റെബിലൈസേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആ അമ്പലമാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ ബാക്കിൽ.
അതാണ് അമ്പലത്തിൻ്റെ ഗേറ്റ്. ഒരു മിനിറ്റ്. അതാണ് അമ്പലത്തിൻ്റെ ഗേറ്റ്. നല്ല ടാറ്, നല്ല വെയിലുണ്ട്, കത്തണ വെയിലാണ് അവിടെ. അതുകൊണ്ട് ലൈറ്റിങ് ഭയങ്കരമായിട്ട് ഇഷ്യൂ വരുന്നുണ്ട്, ഭയങ്കര ബ്രൈറ്റായി പോവുക. നമുക്ക് ഞാൻ ആ അമ്പലം ഒന്ന് റൗണ്ട് അടിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഗൈസ് ഇതിൻ്റെ എൻട്രൻസ്. ഇത് സെൻറ്റർ. പിന്നെ ഇവിടെ കുറേ ഇതുണ്ട്, പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. ഇത് സൈഡിലത്തെ ഒരു ഭാഗം. ഇതേപോലെ അപ്പുറത്തെ സൈഡിലുണ്ട് പറഞ്ഞാൽ. ബാക്കിലുണ്ട് ഒരു ഗോപുരം. നമുക്ക് റൗണ്ട് അടിച്ച് കാണാം. ഫുൾ അടിപൊളി കൽപ്പണികളാണ് ഗൈസ് ഇത് അമ്പലത്തിൻ്റെ. നല്ല വ്യൂ അതുപോലെ നിന്ന്. അത് വെയിൽ ആ കവാടത്തിൻ്റെ അവിടെ അടിക്കുമ്പോൾ നല്ല രസം. ഇത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രമല്ലേ, അമ്പലം. ആ ഒരു വൈബാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ, പെട്ടെന്ന് ദൂരെ നിന്ന് കണ്ടപ്പോൾ തോന്നിയത് വെയിലടിക്കുമ്പോൾ. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ, ഈ അമ്പലത്തിൻ്റെ സെൻറ്റർ. നമുക്കധികം സമയമില്ലാതുകൊണ്ട് അതിൻ്റെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് റൗണ്ട് അടിച്ച് കളിക്കാം. ഇത് സെൻറ്റർ, ഇത് സൈഡ് വാള് അരുവാണ്, മറ്റേ ബോർഡറാണ്. ഇവിടെ കുളമാണെന്ന് തോന്നുന്നുണ്ട്. കുളമാണിത്, ഇവിടുത്തെ അമ്പലത്തിലുള്ള ഉള്ളിലുള്ള കുളമാണ്. കുളത്തിൽ നിറച്ച ആമകൾ. അതെ, ആ പഠിക്കലിരിക്കുന്നുണ്ട്, വെള്ളത്തിൽ നീന്തുന്നുണ്ട്, ഫുൾ ആമകൾ അവിടെ. അമ്പലത്തിൻ്റെ ബാക്കിലുള്ള ഒരു ഗോപുരമാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ അമ്പലം എൻട്രൻസ്. ഇതതിൻ്റെ ബാക്കിൽ വരുന്നൊരു ഗോപുരം, അല്ലെങ്കിൽ ഒരു ചെറിയ അമ്പലം. ഇതതിൻ്റെ ബാക്ക് ഭാഗമാണ് ഇത് കാണുന്നത്. കാണിച്ചാൽ ഈ സാധനത്തിൻ്റെ പഴക്കമാണ്. ഇത് എത്ര പഴക്കമാണെന്ന് പറയും. ഇതുപോലെ ഇതിൻ്റെ ഓരോ ഡീറ്റെയിലിങ് നോക്കണേ, ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇത് പണ്ട് ഇതുപോലെയൊക്കെ പണിതിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും സ്കിൽഡ് ആയിട്ടുള്ള ടീംസ് ആയിരിക്കും അല്ലേ. അതേപോലെ ഇതേമാതിരി ഡിസൈനൊക്കെ വരുത്തണമെങ്കിൽ അതേപോലെ ഉള്ള ടൂൾസും അതിൻ്റെ എൻജിനീയറിങ് ബുദ്ധിയൊക്കെ ഹൈ ലെവലാണ് അല്ലേ. ഇവിടെ നമ്മുടെ ബ്രഹ്മാവിൻ്റെ ഒരു പ്രതിമയുണ്ട്. കുറച്ച് ടീംസ് ഉണ്ട്, പക്ഷേ മുഖം വ്യക്തമല്ല. പിന്നെ കുറേ കൈയൊക്കെ അങ്ങനെ കട്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇതുപോലെ ഇവിടെ എന്തോ മിസ്സിങ് വന്നിട്ടുണ്ട് അങ്ങനെ. പക്ഷേ ഇപ്പോൾ ഈ കാലത്ത് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ കേട്ടോ. ഈ ഗോപുരം, ഇതാണ് ഗോപുരത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. അവിടെ നമ്മൾ ആ വഴി വന്നത്, അവിടെ നിന്ന് തന്നെ നല്ല വ്യൂ ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, തിരുവനന്തപുരത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പോലെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. ഈ വ്ളോഗിൽ കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നു. സോ നല്ലപോലെ ഈ വ്ളോഗ് എൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് നമ്മൾ എൻഡ് ചെയ്യാണ്. പുതിയൊരു വ്ളോഗുമായി വീണ്ടും കാണാം. ടിൽ ദെൻ വ്ളോഗ് സൈനിങ് ഔട്ട്.